അപ്പം നമ്മുടെ അവിടെ ഒരു ക്യാമറാമാൻ പയ്യനുണ്ട് ജിതിൻ എന്ന് പറഞ്ഞാൽ, അവൻ എന്നോട് പറഞ്ഞു ചേച്ചി ഇതിങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നമുക്കിതിനെ പറ്റി ABCD അറിയത്തില്ല, നമ്മൾ ഓൾറെഡി മാറ്റാൻ വേണ്ടിയിട്ട് ടിക്ടോക്ക് അങ്ങനെ വിചാരിച്ചിരുന്നത്. ഇവൻ ലിങ്ക് ചെയ്ത് രണ്ടാമത്തെ ദിവസം ടിക്ടോക്ക് ബാനാക്കി. ഞാൻ പറഞ്ഞ സന്തോഷമായി അവൻകുട്ടി. ലൈക്ക് എന്താ പറയുക, ഒരു ഓവർനൈറ്റ് ചേഞ്ചാണ് ചക്കപ്പഴം എനിക്ക് തന്നത്. കാരണം ഇപ്പം ഞാൻ കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻറ്റ്, ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ആരും ബോൾഡല്ല, ശരിക്കും നോക്കിയാൽ മതി. ആങ്കൊച്ചാണെങ്കിലും പെങ്കൊച്ചാണെങ്കിലും ആരും ബോൾഡല്ല. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. പട്ടിലെ പെരുമയുള്ള പേര് പോത്തീസ് ആലയം ഓഫ് ടെക്സ്റ്റൈൽസ്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു മാറ്റിൻ ലൈവ്. ഇന്ന് നമ്മളോടുള്ളത് ഒരു അടിപൊളി ഗസ്റ്റാണ്, ശ്രുതി രജനികാന്ത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. അപ്പം ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ഇപ്പൊ കറന്റ് നടക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ സിറ്റ്കോം ചെയ്യുന്നുണ്ട്. ഓണായോ? പടം ഇപ്പൊ ലാസ്റ്റ് മീര ചേച്ചിയുടെ കൂടെ ഒരെണ്ണം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓണായെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഓണായിട്ടില്ല. എങ്കിൽ കൂടെയും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ഈ പറയുന്ന പോലെ സംതിങ് ഹാപ്പനിങ്, എപ്പോഴും ലൈഫിൽ ഹാപ്പനിങ് ആയിട്ട് തന്നെ നടക്കുന്നത്. ഒരു മേക്ക് ഓവറൊക്കെ കൊടുത്ത് ഇങ്ങനെ എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ലൈഫ് ജേണി നോക്കുവാണെങ്കിൽ ഇപ്പൊ ചക്കപ്പഴത്തിന് ശേഷവും ചക്കപ്പഴത്തിന് മുമ്പും എന്നുള്ളൊരു സംഭവമില്ലേ? അപ്പൊ അതിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു തുടക്കം തൊട്ട് അതിലേക്ക്? അതായത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പം അന്ന് ആൺകുട്ടിയായിട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്റെ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വയസ്സിലെന്തോ അച്ഛൻ ചെയ്ത വീഡിയോ? രണ്ടാമത്തെ വയസ്സിലല്ല, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പൊ അച്ഛന്റെ ഭയങ്കര ഒരു ആഗ്രഹം തുടങ്ങിയാണ് ഈ പരിപാടിയിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ബ്രേക്ക് എടുത്തു. പിന്നീട് ഒരു റീ എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് അത്രത്തോളം എല്ലാവർക്കും ആക്സസ് ഇല്ല, അങ്ങനെ വരാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവരും ആക്ട്രസസ് ആണ്, എല്ലാവരും ഇതിനു വേണ്ടി പുറകെ നടക്കുന്നതാണ്. അപ്പം എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഈ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അച്ഛൻ എന്നെ ഇഷ്ടംപോലെ ഓഡീഷൻസിന് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ഹോപ്പ് നശിച്ചു. പക്ഷെ അച്ഛന് വീണ്ടും അടുത്ത ഓഡീഷൻ വരുമ്പോൾ ഭയങ്കര ആവേശമാണ്. എനിക്കത് കംപ്ലീറ്റ്ലി പോയി. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. PG കഴിഞ്ഞു, MA ജേർണലിസം കഴിഞ്ഞ് PhD ചെയ്യാം എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഇൻസ്റ്റാ ത്രൂ ആണ് ചക്കപ്പഴം വരുന്നത്. അതിന് മുമ്പ് വരെ എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് ഇങ്ങനെ കറങ്ങി നടക്കുക. ഇൻസ്റ്റയിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ടിക്ടോക്കിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയില്ലായിരുന്നു എനിക്ക്. ടിക്ടോക്കിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമും തമ്മിൽ ലിങ്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നു, അപ്ഡേറ്റ് വന്നപ്പം. അപ്പം നമ്മുടെ അവിടുത്തെ ലോക്ക്ഡൗൺ ആണ്. അപ്പം നമ്മുടെ അവിടെ ഒരു ക്യാമറാമാൻ പയ്യനുണ്ട് ജിതിൻ എന്ന് പറഞ്ഞാൽ, അവൻ എന്നോട് പറഞ്ഞു ചേച്ചി ഇതിങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നമുക്കിതിനെ പറ്റി ABCD അറിയത്തില്ല, നമ്മൾ ഓൾറെഡി മാറ്റാൻ വേണ്ടിയിട്ട് ടിക്ടോക്ക് അങ്ങനെ വിചാരിച്ചിരുന്നത്. ഇവൻ ലിങ്ക് ചെയ്ത് രണ്ടാമത്തെ ദിവസം ടിക്ടോക്ക് ബാനാക്കി. ഞാൻ പറഞ്ഞ സന്തോഷമായി അവൻകുട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് 500 ശിഷ്ടം ഉണ്ടായിരുന്നു. ഇത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1500 ആയിരുന്നു ഫോളോവേഴ്സ്. അപ്പോഴത്തേക്ക് എന്തായാലും ബാനായല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള സമയത്താണ് ഇത് വന്നു, ഇത് ഓക്കെ പറഞ്ഞു, ഇത് കയറി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ എന്നെ മെൻഷൻ ചെയ്ത ഒരു വോയിസ് ഔട്ട് കൊടുക്കുന്നത് അച്ചേച്ചിയാണ്, അശ്വതി ശ്രീകാന്ത്. അച്ചേച്ചി എന്നോട് പറഞ്ഞു ഇപ്പോൾ നോക്കിക്കോ നിനക്ക് കയറുന്നതെന്ന്. അപ്പം നമ്മുടെ ഓൾറെഡി ഔട്ടായി ഭയങ്കര കയറി തുടങ്ങി, നമ്മുടെ പരിപാടി കയറി തുടങ്ങി. അപ്പോഴാണ് അച്ചേച്ചി നമ്മുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പട വന്ന് അവിടുന്നും ഗ്രോത്ത് ആയിരുന്നു, കരിയറും ഗ്രോത്ത് ആയിരുന്നു. ലൈക്ക് എന്താ പറയുക, ഒരു ഓവർനൈറ്റ് ചേഞ്ചാണ് ചക്കപ്പഴം എനിക്ക് തന്നത്. കാരണം ഈ ചക്കപ്പഴത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാധാരണ റെഗുലർ ലൈഫ് ആയിരുന്നെങ്കിൽ ചക്കപ്പഴത്തിന് ശേഷം ഉണ്ടായിരുന്നത് നമ്മളൊരു സെലിബ്രിറ്റി ലൈഫ്, നമ്മളിങ്ങനെ കണ്ടിട്ട് മാത്രമുള്ള ഒരു സെലിബ്രിറ്റി ലൈഫിലേക്ക് ഒരു ഓവർനൈറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു, ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അതും പെട്ടെന്ന് ചേഞ്ച് എന്ന് പറയുമ്പം നമ്മൾ ഈ 7 വർഷം കഷ്ടപ്പെട്ടതിൻ്റെ പട്ടയെന്നുള്ളൊരു റിയാക്ഷൻ ആയിരുന്നു. ഇപ്പം നമുക്കിപ്പോൾ ഒരാൾ ടാഗ് ചെയ്ത് വന്നാലും കുറച്ചൊരു ഗ്രാജുവലിയല്ലേ കയറുള്ളൂ. എനിക്ക് ഓരോ മാസം 1 ലക്ഷം ഫോളോവേഴ്സ് വെച്ചാൽ കയറിക്കൊണ്ടിരുന്നത്. ശരിക്കും ഒരു 6ാമത്തെ മാസമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയത്. അതുവരെ എനിക്ക് അങ്ങനെയാണ് കയറിക്കൊണ്ടിരുന്നത്. അത് സ്ലോ ഡൗൺ ആവുന്നതിൻ്റെ കാര്യം ഞാനും പിന്നെ കുറച്ച് ആക്റ്റീവ് അല്ലാതെ ഞാൻ ഫോട്ടോഷൂട്ട്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോയി. നമ്മളൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീണ്ടും ഞാനൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കയറിയത്, ആക്റ്റീവായി തുടങ്ങിയത്. അപ്പം അങ്ങനെ നമ്മളുടെ ഒരു ഫുൾ ഓഫ് നമ്മളുടെ ഒരു സോഷ്യൽ സർക്കിൾ ആണെങ്കിൽ എല്ലാം ഭയങ്കര മാറി. ഇപ്പം ആ ടൈമിൽ ആദ്യമായിട്ട് ആക്ട് ചെയ്യാൻ പോയപ്പോഴും അവിടെ ഈ സിംഗ് സൗണ്ട് ആണല്ലോ നടക്കുന്നതൊക്കെ, എക്സ്പീരിയൻസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ.
ഇവിടുന്ന് നമ്മൾ നോർമൽ ആയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നിൽക്കുമ്പോൾ പെർഫോം ചെയ്യുന്ന ആ ഒരു എനിക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഓഡീഷൻ നടക്കുമ്പോഴേ, ബിക്കോസ് ഞാൻ ഒരുപാട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തല്ലോ, അപ്പൊ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇത് വരുമ്പോഴത്തേക്കും ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്ത സിനിമയുടെ ഓഡീഷനാണ്. അപ്പൊ എന്നെ സീരിയലുകളിൽ നിന്ന് ഇപ്പൊ ഏഷ്യാനെറ്റ്, സൂര്യ തുടങ്ങി ഇപ്പൊ നിൽക്കുന്ന ടോപ്പ് സീരിയലിൽ നിന്ന് ഇതിൽ വരുന്നതിന് മുമ്പേ തന്നെ എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്തിരുന്നത് കൊച്ചിലെ അതാ. അപ്പൊ അത് കാരണം ആ ഒരു കോണ്ടാക്ട് വെച്ചിട്ട് ഇപ്പൊ അതുണ്ടോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് ചെയ്യാനായിട്ടൊരു താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഇത് കോമഡി, സിറ്റ്കോം, മറ്റേത് ഡബ് ചെയ്യോ ഒക്കെ വേണ്ട. അപ്പൊ അതൊന്നും ചെയ്യണ്ടല്ലോ. ഇത് നമ്മുടെ ലൈവായിട്ടുള്ള നമ്മുടെ വോയിസും ഇതോടെ പോപ്പുലർ ആവുക, അതൊരു ഭയങ്കര ലക്കാണ്. അതായത് നമ്മുടെ സൗണ്ട് കൊണ്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നെ മിക്കവരും റെക്കഗ്നൈസ് ചെയ്യുന്ന എൻ്റെ സൗണ്ട് കൊണ്ടാണ്. കാരണം മറ്റേ ചിരട്ട പാറപ്പുറത്തുറച്ച പോലത്തെ സൗണ്ട് ആയതുകൊണ്ട് കുറച്ച് പേർക്കല്ലേ ഉള്ളൂ, വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അപ്പം ഞാൻ മാസ്ക് വെച്ച് പോയാലും സംസാരിച്ച് തുടങ്ങുമ്പോൾ പറയും കിളിയല്ലേ എന്നുള്ള സാധനം പറയും. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ സൗണ്ട് വെച്ച് തന്നെ കിളിയല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് നമ്മളെ അറിയാം എന്നുള്ളതാ. അപ്പൊ അങ്ങനെ ഒരു സാധനം കിട്ടിയത് ഈ ഒരു സിങ് സൗണ്ട് കാരണം. എനിക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ അച്ചേച്ചിന്റെ ഭയങ്കര ഫാനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആങ്കറിങ്ങും ഒക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് വന്നിട്ട് പുള്ളിക്കാരി ഉണ്ടെന്ന് കണ്ടപ്പോഴേ എനിക്ക് ടെൻഷനല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ചെന്ന് സംസാരിക്കണം. പക്ഷേ ചെന്ന് സംസാരിച്ച ഒരുമാതിരി ആയിരിക്കില്ല. എനിക്ക് ഭയങ്കര സെൽഫ് കൺട്രോളാണ്. അതുകൊണ്ട് ഞാൻ ചെന്ന് സംസാരിച്ചൊന്നുമില്ല, ഞാനിങ്ങനെ ചിരിച്ച് മാത്രം നിന്നിട്ട് പോയി. പിന്നെ ശ്രീകുമാരേട്ടൻ്റെ പടങ്ങളും ഒക്കെ കണ്ട് ശ്രീകുമാരേട്ടനെ എനിക്ക് ചെന്ന് സംസാരിക്കാനേ എനിക്ക് പേടിയായിരുന്നു. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പിന്നെ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന അമലേട്ടനെ പുള്ളിക്കാരനായിട്ട് എനിക്ക് നേരത്തെ അറിയാം. ഇതിന് വരുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ നാടക നടനാണ്. അപ്പം ഞാൻ തന്നെ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കോളേജിൽ നാടകം കളിക്കാൻ. അങ്ങനെ ഞാനായിരുന്നു അന്ന് കോർഡിനേറ്റർ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചെന്നിട്ട് സാർ വരുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അമലേട്ടനുമായിട്ട് നല്ല സിങ്ക് ഉണ്ട്. പിന്നെ അമലേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് രാജേഷ് ശർമ്മ, അറിയാമായിരിക്കും. ശർമ്മജി എൻ്റെ ഷോർട്ട് ഫിലിമിൽ നായകനായിട്ട് അഭിനയിച്ചതാണ്. അപ്പം അത് കാരണം ഞങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അപ്പം പുള്ളിയുള്ളത് എനിക്കൊരു ആശ്വാസമായിരുന്നു, അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരുമായിട്ട് കണക്ട് ചെയ്യുന്നു. അർജുനേട്ടനാണെങ്കിലും അർജുനേട്ടൻ്റെ സഭാ ചേച്ചിയുടെയൊക്കെ വെഡിങ്ങിനൊക്കെ ഞാൻ യൂട്യൂബിൽ ഇരുന്ന് കണ്ടത്. അപ്പം അങ്ങനെ ഒരാളെയൊക്കെ നേരിട്ട് കാണുമ്പം, അതും എൻ്റെ ഭർത്താവായിട്ടും കൂടെയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് ടെൻഷൻ, ഞാൻ ഭയങ്കര കുഞ്ഞു മനുഷ്യനും ഇവര് ഭയങ്കര വലിയ മനുഷ്യനുമാണ്, ഞങ്ങളെ എങ്ങനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഉണ്ണിസാറിൻ്റെ ഒരു തോട്ടും അത് തന്നെയായിരുന്നു. കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ടുപേരെ ഇട്ട് കോമഡി വർക്ക്ഔട്ട് ചെയ്യുക. പക്ഷെ അത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായി. പുള്ളിക്ക് ഭയങ്കര ഒരു ഇൻസൈറ്റ് ഉണ്ട്, ഇന്ന ആളവിടെ എത്തും എന്നുള്ള സാധനം. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് വന്നതും. എനിക്ക് ആ ഒരു അതുകൊണ്ട് എനിക്കൊരു ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇവരുടെയൊക്കെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പൊതുവെ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലേതാവെന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം ഈ ജേണിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു മെന്റൽ ട്രോമയിലൂടെയാണല്ലോ സഞ്ചരിച്ചു പോയതാണെങ്കിലും. പക്ഷെ അവിടുന്ന് ഈ സ്വിച്ച് ചെയ്ത് എങ്ങനെ ഈ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഒട്ടും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ചുരുക്കം കുറച്ചു പേർക്ക് മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഇതെങ്ങനെ മാനേജ് ചെയ്തു? അത് നമ്മളൊരു സാഹചര്യം കൂടെയാണ്. നമ്മൾ എത്രത്തോളം നമ്മളുടെ മെന്റൽ ട്രോമ നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻറ്റ്, ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്കൊരു പ്രശ്നം വന്നാലും ഞാൻ ആദ്യം ചെന്നിട്ട് അയ്യോ എന്നെ അവരത് പറഞ്ഞു, ആ സാധനം ഇല്ല എനിക്ക്. പൊതുവെ ഞാനത് ഡീൽ ചെയ്യും. എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴേ വേറെ ആരെങ്കിലും ഞാൻ ഇടപെടുത്തുള്ളൂ. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഡീൽ ചെയ്യും. അത് എത്ര കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരുന്നു. കുഞ്ഞിലേ തൊട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ അങ്ങനെയാണ്. ഇപ്പം സ്കൂളിലൊരു പ്രശ്നം വന്നാലാവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുമ്പോൾ ആവട്ടെ, അതെനിക്കുണ്ടല്ലോ. എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ഭയങ്കര കരഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത്. അത് ഞാൻ ബാത്റൂമിൽ നിന്ന് കരഞ്ഞിട്ട് കണ്ണും തുറച്ചിട്ട് ഇറങ്ങി വന്നിട്ട് അച്ഛാവാ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഇത് ഞാൻ ലൈഫിലെ ഞാൻ അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഇവിടെ വരുമ്പോൾ സ്വിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് ഞാനായിട്ട് നിൽക്കണ്ടല്ലോ, ഞാനൊരു ക്യാരക്ടറായിട്ട് നിൽക്കുമല്ലേ. അപ്പം എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മറ്റേത് നമ്മൾ ലൈഫിലെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കോളേജിൽ ചെന്ന് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വൈബടിച്ച് നടക്കുന്ന ഒരാളാണ്. അവരുടെ ഉള്ളവരാരും വിശ്വസിക്കൂല എനിക്ക് ഇങ്ങനൊരു സംഭവം ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം എവിടെ നോക്കിയാലും ഞാൻ ഉണ്ടാവും. ഈ പറന്ന് ഇങ്ങനെ നടക്കുന്ന ഒരു എന്ന് വെച്ചാൽ സ്പോർട്സിലാണെങ്കിൽ ഞാൻ ഉണ്ടാവും, ആർട്സിലാണെങ്കിൽ ഞാൻ ഉണ്ടാവും, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ തൂത്തുവരാനാണെങ്കിൽ അതിനും ഞാൻ ഉണ്ടാവും. അപ്പം അങ്ങനെ നിന്നുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സൈലന്റ് സൈഡ് ഉണ്ടെന്ന് അവരും വിശ്വസിക്കില്ല. അപ്പം അവിടെയും ഞാൻ സ്വിച്ച് ചെയ്താണ് നിൽക്കുന്നത്.
ബിക്കോസ് എൻ്റെ മെൻറ്റാലിറ്റിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മാത്രമാണ്. അപ്പോൾ അത് ഹൈഡ് ചെയ്ത് അത് ശരി, അത് എൻ്റെ അടുക്കൽ തന്നെ ഇരുന്നോട്ടെ എന്നുള്ളൊരു സാധനം വളരെ പേഴ്സണലായിട്ടുള്ള സർക്കിളിന് മാത്രമേ ഞാൻ എന്താണെന്നോ എൻ്റെ ഉള്ളിൽ എന്താണെന്നോ എന്നെ മനസ്സിലാക്കാനേ അവർക്ക് പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ സർക്കിളിൻ്റെ ബിയോണ്ട് ഉള്ളവർക്കാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താ കുഴപ്പം, അവൾ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ള സാധനമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ആരും ബോൾഡല്ല. ശരിക്കും നോക്കിയാൽ മതി, ആങ്കൊച്ചാണെങ്കിലും പെങ്കൊച്ചാണെങ്കിലും ആരും ബോൾഡല്ല. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എങ്ങനെ ഭംഗിയായിട്ട് അവരത് ഹൈഡ് ചെയ്തു എന്നുള്ളതാണ്. ബോൾഡ്നെസ് അല്ല, അവിടെ നമ്മൾ എങ്ങനെ വൃത്തിയായി അത് ഹൈഡ് ചെയ്യുന്നു ഉള്ളതിലാണ് കാര്യം. ആ സാധനം എനിക്ക് എന്തോ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ള അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വർക്ക് പ്രഷറൊക്കെ വരുമ്പോൾ ചില സമയം കയ്യിൽ നിന്ന് പോകും. അങ്ങനെ വരുമ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്ത് ഞാനൊന്ന് ശ്വാസം വലിച്ച് തിരിച്ചു വരും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ അന്നൊരു ഷോയിൽ ഇങ്ങനെ ഡിപ്രഷനെ പറ്റി പറയുമ്പോഴാണ് ശ്രുതിക്ക് ഇങ്ങനെ ഒരു വേറൊരു വശം ഉണ്ടായിട്ട് തന്നെ ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും. അപ്പം അതിൻ്റെ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ പേര് തുറന്ന് പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. കാര്യം അപ്പൊ അത്ര ഒരു ആൾക്കാരിലേക്ക് ഒരു മെസ്സേജ് ആയിട്ടെങ്കിലും കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ പോകുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അപ്പം മുമ്പോട്ട് പോകും തോറും ഇപ്പൊ പറഞ്ഞു വരുന്ന ഓരോരുത്തർക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ പോകുന്ന പലർക്കും അതൊരു ആശ്വാസമായിട്ട് മാറുന്നുണ്ട്. അതിനെപ്പറ്റി എന്ത് തോന്നുന്നു? ഞാൻ ഒരിക്കലും അത് വിചാരിച്ചിട്ടല്ല ഇന്റർവ്യൂ കൊടുത്തത്. ബിക്കോസ് ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ എൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ ഓക്കെ അല്ലായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ട്, ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് ഈ കരിയർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് വന്നൊരു വർക്കാണത് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് ലൈറ്റ്സ് ഓഫ് ചെയ്ത് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ചുറ്റും ഇരുട്ടാ. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ഓപ്പൺ അപ്പ്. എനിക്ക് ആ ഭാരം ഒന്ന് എവിടെയെങ്കിലും ഇറക്കി വെക്കണമായിരുന്നു. ആ ഇറക്കി വെച്ചതാണ് നിങ്ങൾ ഇൻ്റർവ്യൂ പോലെ കണ്ടത്. ഇൻ്റർവ്യൂ അല്ല, ഒരു ടോക്ക് പോലെ കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കൊടുത്തത് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തതാണ്. കാരണം ഈ ഒരു സാധനം ഔട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് വന്ന കോളുകളാണെങ്കിലും ഇതിന് ഞാൻ മുൻപിന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അയ്യോ, ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, എനിക്ക് നീ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വട്ടാണെന്ന് പറയുമോ, ഞാൻ ഭ്രാന്തിയാവും മാറോ, ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പൊതുവെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരു കാര്യത്തിലും വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്. അപ്പോൾ ഇപ്പം താൻ എൻ്റെ അടുക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ അത് തൻ്റെ ക്യാരക്ടറാണ്. യു ആർ കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ്. നാളെ അതിനൊരു ഗിൽട്ട് തോന്നരുത്. മനസ്സിലായോ? അയ്യോ, ഞാനത് പറയേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു സാധനം തോന്നിടത്തോളം കാലം നമ്മളായി നിൽക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. ഞാൻ ആ പോയിന്റിൽ പറഞ്ഞത് എനിക്കറിയായിരുന്നു, എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഇത് ഒഴിവാക്കി എനിക്കൊന്ന് ശ്വാസം എടുക്കാം എന്നുള്ളത്. അതുകൊണ്ടാണ് പലർക്കും അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല. ഇതെന്താ പില്ല് എടുക്കണമെന്ന് പറയുന്നു, എടുക്കണ്ടെന്ന് പറയുന്നു, സൂയിസൈഡിനെ പ്രൊമോട്ട് ചെയ്യുവാണോ എന്നുവെച്ചാല് ഇവർക്കിത് മനസ്സിലാവില്ല. ഞാൻ അവിടെ ഡിപ്രസ്ഡ് ആണ്. ഞാൻ ഒരു കൗൺസിലിങ്ങിന് പോയി ഇരുന്നാൽ നമ്മൾ എങ്ങനെ സംസാരിക്കും? ഒരു കൗൺസിലർക്ക് അത് മനസ്സിലാവും. കാരണം നമ്മളുടെ ഫുള്ളിങ്ങനെ കെട്ടുപടഞ്ഞ് കിടക്കുകയാണ്. അത് പുള്ളി ഓരോന്നായിട്ട് അഴിച്ചു തരും. പക്ഷെ ഞാൻ ആ സമയത്ത് ഒരു ക്യാമറയോടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ ക്യാമറയൊന്നും വിചാരിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെയാണ് ഓപ്പോസിറ്റ് കണ്ടിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് എനിക്ക് മനസ്സിലാവും. പിന്നെ ചിലപ്പം ഈ പറഞ്ഞ പോലെ മനസ്സിലായ കുറെ പേർക്ക് ആ ഒരു സ്റ്റേജ് നിന്നവർക്ക് കറക്റ്റ് ആയിട്ട് കണക്ട് ആവും. പക്ഷെ സെക്കൻഡ് വന്നപ്പം എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടി. ബിക്കോസ് ഇത്രയും പേര് ഇങ്ങനെ വന്ന് ഇനി ഇത് ഇപ്പോഴും എൻ്റെ DM വരുന്നുണ്ട്, ചേച്ചി ഡിപ്രഷനെ പറ്റി കുറച്ചും കൂടെ പറഞ്ഞു തരുമോ, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഞാനിത് പിന്നെ എല്ലായിടത്തും ഇത് തന്നെ പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞു തുടങ്ങി, നീ ഇനി ഇതിന് മറ്റേ ബ്രാൻഡ് അംബാസിഡർ പോലെ ആകണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതാണ് ഒരു ജനറേഷന് മേലിലുള്ളവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം മോളെ പറ്റിയിട്ട് ഇങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്കും ഡിപ്രഷൻ ഇത് തന്നെ പറയുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊരു റിലവൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം താനാണ് എൻ്റെ അടുക്കൽ വീണ്ടും ഇത് ചോദിക്കുന്നതിൻ്റെ കാര്യം. എവിടെയോ നമ്മൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരാൾ വന്നിരുന്ന് പറയുമ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് എൻ്റെ അവസ്ഥ എന്നുള്ളത്. എക്സാക്ട്ലി. അപ്പം അത് പറയാൻ ആരെങ്കിലും ഒരാളുള്ളത് എനിക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് പറയാലോ എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് ഓക്കെ അല്ലേ ഉറപ്പായിട്ട് ഞാൻ പറയില്ല. പറ്റിയൊരു എക്സാമ്പിൾ കൂടെയാണ്. കാരണം
ഇത്രയും ആ ഒരു മാനസിക അവസ്ഥയിലൂടെ പോകുമ്പോഴും ജീവിതത്തോട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഫൈറ്റ് ചെയ്ത്. കാരണം ഒരു സ്മൈൽ വെച്ചിട്ടാണ് പോകുന്നത്. ആ ഡാർക്ക് സൈഡ് നമ്മളിലേക്ക് മാത്രം ഒതുക്കിയത് ആരുടെടുത്തും എന്ന് വെച്ചാൽ നമ്മുടെ അമ്മ അച്ഛനടുത്ത് പോലും ഷെയർ നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതിനെ പ്ലാൻ ചെയ്ത് മാറ്റിയെടുത്ത് നമ്മൾ വിജയിച്ചു. പക്ഷെ ഷെയർ ചെയ്യേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഷെയർ ചെയ്യാൻ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഇപ്പം ഞാനത് പറയുന്നത്. കാരണം അത് ചിലപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജിലോ ഒക്കെ തന്നെ നമുക്കിതങ്ങ് പോകും. ചിലപ്പോൾ ഒരു ഡിപ്രഷനായിട്ട് തന്നെ വരില്ല, ഒരു ആൻസൈറ്റി ഡിസോർഡർ പോലെ വന്നിട്ട് നമുക്കപ്പോൾ ഭയങ്കര ആൻഷ്യസ് ആയി എന്നുള്ളൊരു സാധനം വന്നിട്ടോ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഡിപ്രഷൻ പോലെയോ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയല്ലേ, എന്തുണ്ടെങ്കിലും എൻ്റെ വീട്ടുകാർ എനിക്കുണ്ട് എന്നുള്ളൊരു രീതിയിലോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ജഡ്ജ് ചെയ്യത്തില്ല എന്നുള്ളൊരു രീതിയിലോ അത് പോകും. പക്ഷേ നമുക്കിത് പറയാൻ പറ്റാത്തപ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ ഒരു പരിധിയുടെ അപ്പുറം ഓക്കെ ആയതിൻ്റെ കാര്യം, എനിക്കൊരു സർക്കിളുണ്ട്, അവർ ഒരിക്കലും എന്നെ ജഡ്ജ് ചെയ്യില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ച പണി വാളി എൻ്റെ വീട്ടിൽ നിന്ന് ഫുള്ള് സ്കീമായിരിക്കുന്ന, അതെൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. അവർ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞില്ല? അവരൊരു ഹെൽപ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. തൻ്റെ മോക്ക് ഇങ്ങനെ വന്നിട്ടും എനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. എൻ്റെ അച്ഛൻ എന്നെ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചു കൗൺസിലിംഗ് വേണമെങ്കിൽ. പക്ഷെ ഞാൻ അച്ഛനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കാര്യമില്ല, കാരണം എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളുടെ അടുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റണില്ല. ഞാനത് ട്രൈ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഇപ്പം നിനക്കിതുണ്ടെങ്കിൽ നിനക്കത് പറ്റിക്കൂടാന്നില്ല. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് ഹിറ്റ് ചെയ്യുക. ഇത് നമുക്കൊരു സ്റ്റേജ് കഴിയുമ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്. അതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഇതിനെ നമ്മളുടെ കൈവിട്ട് പോവാതെ, ജീവിതം നമ്മുടെ കൈവിട്ട് പോവാതെ ഫൈറ്റ് ചെയ്യാൻ എത്രത്തോളം പറ്റും എന്നുള്ളതാണ്. ശരിക്കും ഒഴുക്കിനെതിരെ നമ്മൾ നീന്തുക എന്നുള്ള സാധനം സിമ്പിളായിട്ട് ഒരിടത്ത് പറയുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. കാര്യം ഞാൻ ഇപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി തോന്നി, ഞാൻ മരിച്ചു, എല്ലാവരും വരുമായിരിക്കും, കരയുമായിരിക്കും. അതെ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവൻ കല്യാണം കഴിക്കും, കൊച്ചുങ്ങളുണ്ടാവും, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കും, ഞാനൊരു പടമായിട്ട് മാത്രം അവിടെ ഇരിക്കും. ഡെഫിനറ്റ്ലി. കാര്യം അത് തോന്നുന്നവർക്ക് അത് സിമ്പിൾ ഒരു കാര്യം, സിംപ്ലിഫൈ ചെയ്ത്. ഇപ്പൊ എനിക്ക് നമ്മൾ ലൈഫിലെ പല കാര്യങ്ങളും സിമ്പിളായിട്ട് ചിന്തിച്ചാൽ അങ്ങനെയാണ്. പക്ഷെ എന്നും പറഞ്ഞ് അങ്ങനെ ചിന്തിക്കാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? ഇതിപ്പോ ഞാനത് പറഞ്ഞപ്പം ഈ പോയിന്റ് ഇതിപ്പോ നീ പറഞ്ഞോണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോ കട്ടായി പോകുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിൽ നിന്ന് പറയണു, ഇതൊക്കെയാണോ പറഞ്ഞതെന്ന് ചില സമയത്ത് ഞാൻ ഇന്റർവ്യൂ വരുമ്പോഴാണ് ഓർക്കണേ. അപ്പം ഈ സാധനം ഇപ്പം നീ പറഞ്ഞതുകൊണ്ട് പറയാം, ഒരു കുട്ടി എനിക്ക് ഈ സാധനം എടുത്തയച്ചു തന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിന്നതാ, ഞാൻ ചെയ്തില്ല ചേച്ചി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ആ ഒരു പോയിന്റിൽ എനിക്കുണ്ടായതുണ്ട്, ഞാനൊരു ലൈഫാണ് സേവ് ചെയ്തത്. ബിക്കോസ് അവർക്കറിയാം അവര് പൊളിഞ്ഞായിരിക്കുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സാധനം ഉണ്ട്, അയ്യോ ശരിയാണല്ലോ, ഇത് നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാലോ. നമ്മളപ്പോൾ വിചാരിക്കും ഇത്രയും സിമ്പിളായിട്ടേ ഉള്ളൂ. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ ഉറുമ്പുകളുടെ അത്രയല്ലേ ഉള്ളൂ നമ്മൾ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചത്തുപോകുന്നു, മറ്റേ ആന ചവിട്ടിക്കൊല്ലുന്നത് പോലെ നമ്മളെ ആരെങ്കിലും തല്ലിക്കൊല്ലുന്നു. ഇത് എന്ത് സംഭവിക്കാം? അപ്പം എന്നും പറഞ്ഞ് നമുക്ക് വിഷമം ഇല്ല എന്നല്ല, നമ്മളെല്ലാവരും ഇമോഷണലാണ്. നമുക്ക് ആ വിഷമം വരും. അത് നമ്മൾ എങ്ങനെ ടാലി ചെയ്യുന്നു എന്നുള്ളത്. അത് ഞാൻ ഈ കേൾക്കുന്നവരോടും ഞാൻ ഈ പലവട്ടം ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളൊരു നല്ല ലിസണർ ആവുക. ഫസ്റ്റ് തന്നെ നമ്മൾ കയറി അവര് നീ അങ്ങനെ, നീ ഇങ്ങനെ, നീ ഇതൊക്കെ ചെയ്തുകൊണ്ടല്ലേ എന്നുള്ളത് അല്ലാതെ കുറ്റപ്പെടുത്തും നമ്മൾ. ഇതാണ്. പക്ഷെ രണ്ട് സൈഡും കേട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇപ്പോൾ ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു തന്നാ, ഞാൻ പറഞ്ഞില്ല, ഞാനൊന്ന് ഡൗൺ ആയപ്പോൾ പറഞ്ഞു തന്നാണ്, നമ്മൾ ഭയങ്കര ഓവർ തിങ്കേഴ്സാണ്. അപ്പം നമുക്ക് ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളെയോ അല്ലെങ്കിൽ ഓവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളെയോ നമുക്ക് വേണം എപ്പോഴും. അതായത് ഞാനിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ട്രൈ ചെയ്തു, എനിക്ക് വേറെ നല്ലൊരു അവസരമൊന്നും കിട്ടുന്നില്ല, കഴിഞ്ഞടാ, തീർന്നു, ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വർത്തിട്ടല്ല എന്നൊരു സാധനം ഞാൻ പറയുകയാണെങ്കിൽ, നീ എൻ്റെ അടുക്കൽ നല്ലൊരു സുഹൃത്താണെങ്കിൽ നീ ഇരുന്ന് പറയുന്നത് എന്തായിരിക്കും, നീ ഇത് ചിന്തിച്ചു നോക്ക്, നീ ഇതൊന്ന് ക്ലാരിറ്റി എടുത്ത് ചിന്തിച്ചു നോക്കിയാൽ. അങ്ങനെയല്ല, ഇപ്പം നീ ഇവിടെ നിൽക്കുന്നത് എന്താ, ഇത് പോട്ടെ, ഇതല്ലെങ്കിൽ നിനക്ക് എത്ര അവസരമുണ്ട്, അല്ല നിനക്ക് ട്രാവൽ ചെയ്യണം, നീ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, ശരി നിനക്ക് മടുത്ത്, ഇനി നിനക്ക് വയ്യാന്ന് പറഞ്ഞിട്ട്, ശരി നീ ആത്മഹത്യ ചെയ്യണ്ട, നിന്റെ പേരും നാളും അറിയാത്ത നീ ഒരു സ്ഥലത്തോട്ട് പോ, നീ പോയി അവിടെ ചെരുപ്പൂർത്തിയായിട്ട് പണി ചെയ്യ്, വേറൊരു ലൈഫ് അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അവിടെ നീ ആരാന്ന് അറിയത്തില്ല, നിന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം നിനക്ക് വേറെ തന്നെ വേൾഡ് തുറന്നു കിട്ടും, പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ലോകത്ത് കാണാത്ത എന്തൊക്കെയുണ്ട്. ഞാൻ ഒരു 3-4 പ്രാവശ്യം സ്കൂബ ഡൈവിങ് ചെയ്തു. അവിടെയൊക്കെ കിട്ടുന്ന നമുക്ക് ഫീൽ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സാധനം ഇതിൻ്റെ അടിയിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ ഓരോ സ്ഥലത്തും പോകുമ്പോഴേ, ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഞാൻ നെക്സ്റ്റ് ലക്ഷദ്വീപ് പോവാം, ഈ പോകുന്നതിലേ എനിക്ക് എക്സൈറ്റ്മെന്റ് സ്കൂബ ഡൈവ് ചെയ്യണം എന്നാ. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്.
ഞാൻ നീന്താറില്ല, നീന്താൻ എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഏറ്റവും കൂടുതൽ അവിടെ ചാടിയവരിൽ ഏറ്റവും കൂടുതൽ ഡീപ്പ് പോയത് ഞാനാ. കാരണം ആ ചാടുന്ന മൊമെന്റിൽ ഞാൻ വെള്ളത്തിനെ ആലോചിക്കുന്നില്ല, ഞാൻ അവിടെ ഉള്ള കാഴ്ചകളെയാണ് കാണുന്നത്. ഞാൻ സോളോ ട്രിപ്പ് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന അവിടെ ചെല്ലുന്ന ഒരു മനുഷ്യനെ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇവര് തരുന്ന ഒരു ഹോപ്പുണ്ട്. ഇന്നലെ ഞാൻ മൂകാംബിക പോയിട്ട് വന്നിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു മനുഷ്യനെ എനിക്ക് അറിയത്തേ ഇല്ല. ആ പുള്ളി ഇതാണ് കൊങ്ങിണി തമിഴ് ബ്രാഹ്മണെന്തോ. ആ പുള്ളി അവിടെ ഇരിക്കുന്നത്, ഞാൻ സൗപർണികയെ പോയി അവിടത്തെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചേച്ചിയൊക്കെ ആയിട്ട് പോയി. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിക്ക് അറിയത്തില്ല ഞാനൊരു ആക്ട്രസ് ആണ് ഇവിടെ എന്നോ, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നോ, ഞാൻ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഓടിച്ചെന്നാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നല്ല കണ്ണൊക്കെ കേട്ടോ, യു ഷുഡ് ട്രൈ ഫോർ മിസ് യൂണിവേഴ്സ് ഓർ സംതിങ്, അല്ലെങ്കിൽ ആക്ടിങ് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യണം, യു വിൽ ഡെഫിനറ്റ്ലി റീച്ച് ഹൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പുള്ളിക്ക് അറിയത്തില്ല ഞാൻ ആരാണെന്ന്. പക്ഷേ പുള്ളി എനിക്ക് തന്നൊരു മോട്ടിവേഷൻ ആണത്. ബിക്കോസ് അറിയാത്ത ഒരാൾക്ക് നമ്മളിൽ അത്രയും പ്രതീക്ഷയുള്ള, അപ്പം നമ്മളെ ഇത്രയും അറിഞ്ഞ് നമുക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളൊരു സാധനം ആ പോയിന്റിൽ ഹിറ്റ്. അതാ പറഞ്ഞത്, നമ്മൾക്ക് അറിയാത്ത ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും നമ്മളെ ട്രിഗർ ചെയ്യുന്നതും അതേപോലെ നമ്മളെ തിരിച്ചു വലിക്കുന്നതും. അത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ആവും. തന്നെത്താനെ അത് പറ്റില്ല കേട്ടോ, അത് ഞാൻ എടുത്തു പറഞ്ഞേക്കാം. തന്നെത്താനെ ഇതൊന്നും നമ്മളത്രയും അല്ലെങ്കിൽ വല്ല അത്രയും സന്യാസിമാരും വല്ല ആയിരിക്കണം, തന്നെത്താനെ ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ നമുക്കൊരു നല്ല ഫ്രണ്ടായിട്ടിരിക്കാൻ പറ്റും വേറൊരാൾക്ക്. നമുക്ക് അത് പറയാൻ പറ്റും, നീ അതൊന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, നീ ചെയ്തത് ശരിയാണോ, അവർക്ക് അത്ര എന്ത് വിഷമമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, അതുകൊണ്ടായിരിക്കും എന്നുള്ളൊരു സാധനം പറയാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഇപ്പം ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ബിഗ് ഫാക്ടർ ആണല്ലോ ഇപ്പൊ നമ്മളൊരു ആക്ടിങ്ങിലേക്ക് പോകുമ്പോൾ തന്നെ. അതെ. അപ്പൊ ഈ വീട്ടുകാരെ ഞാൻ നേരിട്ട് കണ്ട് എനിക്ക് അനുഭവം ഉണ്ട്, അവർ അത്രയ്ക്ക് സപ്പോർട്ടാണ്. അപ്പൊ അതിനെ എങ്ങനെ കാണുന്നുണ്ട്? അതെനിക്ക് ഭയങ്കര ലക്കല്ലേ. കാരണം എന്താന്ന് വെച്ചാല് സാധാരണ വീട്ടുകാരെന്താ പറയാ, നമ്മള് ഒരു ആക്ടിങ്ങിന്റെ പുറത്ത് പോകുമ്പോ ഇപ്പം നിന്റെ വീട്ടുകാർ, ഞാൻ അങ്ങോട്ടൊക്കെ ചോദിക്കാം, എന്താ പറയാ, നിനക്കൊരു ബാക്കപ്പ് വേണ്ടേ, നിനക്ക് വേറെ എന്തെങ്കിലും വേണ്ടേ, നീ ഇങ്ങനെ നടന്നാ മതിയോ എന്നുള്ളൊരു സാധനമാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളവരിലും കേട്ടിട്ടുള്ളവരിലും ഒട്ടുമിക്കവരും പറയുന്നത്. നീ ആദ്യം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളിപ്പം മൂവിയൊക്കെ ചെയ്യുന്നുണ്ട്, അവളുടെ വീട്ടുകാരാദ്യം പറഞ്ഞത് നീ ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞ് നീ എന്ത് വേണേ ആയിക്കോ, അതായത് നീ ഒരു ഇതിലെത്തി കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ ആയിക്കോ എന്നുള്ള. എന്നാലും പറയും ഇപ്പൊ ഇതല്ലേ നല്ല ജോലി, അതിനകത്ത് പോകേണ്ട കാര്യമുണ്ടോ, മീഡിയ ഒന്നും ശാശ്വതമല്ല എന്നുള്ളൊരു പറയുന്നതാണ് ഒട്ടുമിക്കവരും ഉള്ളത്. സംഭവം ശരിയാണ്, നമുക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എങ്കിൽ കൂടെയും എൻ്റെ വീട്ടുകാർ ഓപ്പോസിറ്റാണ്. എഡ്യൂക്കേഷൻ വേണ്ടാന്ന് അവർ പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് ഒരു ഇടയ്ക്ക് നിർത്താമെന്ന് വിചാരിച്ചതാ. എനിക്ക് ഭയങ്കര മെന്റലി ഡൗൺ ആയി. കാരണം ഞാൻ ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്ത് ഇപ്പം ഈ നിൽക്കുന്ന പോയിന്റിൽ എത്തിയിട്ടും സ്റ്റിൽ ഐ എം സ്ട്രഗ്ലിങ്. ഇപ്പം എനിക്കൊരു പടത്തിലൊരു അവസരത്തിനാണെങ്കിലും ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ ഓഡീഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് വന്നിട്ട് വിളിച്ചിട്ട് പറയും നമുക്ക് ഇങ്ങനെ ഒരു പടത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയും, പിന്നെ ഇവരുടെ അഡ്രസ്സ് പോലും കാണില്ല. ഇതൊന്നും ഈ വെളിയിലിരിക്കുന്നവർ കാണുന്നില്ല, അറിയുന്നില്ല. അപ്പം നമ്മൾ പല കാര്യത്തിന് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് മടുക്കും. പിന്നെ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മടുക്കും. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റിലും എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് നീ ഇപ്പം ഏത് സ്റ്റേജിലുള്ളതെന്നറിയോ, തുടങ്ങി അവിടെ നിൽക്കുക, നാണമുണ്ടോ നിനക്ക്? എന്നുവെച്ചാ പുള്ളിക്ക് ഞാൻ എന്തെങ്കിലും അടുത്തത് ചെയ്യണം. നീ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത് നീ അവാർഡ് വാങ്ങിച്ചതാ, എവിടെ നിന്റെ സ്കില്ല്? നിനക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? നീ വാ, നീ പറ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തരാം. ബിക്കോസ് എനിക്ക് എഴുതാൻ കുറച്ച് ഇതാ, എന്ന് വെച്ചാൽ എൻ്റെ ബ്രെയിൻ ഭയങ്കര പെട്ടെന്ന് വർക്ക് ചെയ്യും. അപ്പൊ എഴുതുമ്പം എൻ്റെ കൈ അത്രയും ഫാസ്റ്റ് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ അത് കാരണം ഞാൻ മടിച്ചെഴുതായിരിക്കും. ഞാൻ ആക്ച്വലി ഒരു ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയിൽ ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ഞാനും എൻ്റെ അച്ഛനും കൂടെ എൻ്റെ ഒരു ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടുപോയതാ സിനിമ എടുക്കാൻ, ഡയറക്റ്റ് ചെയ്യാൻ. +2 കഴിഞ്ഞു, +2 ജസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാനൊരു ഫുൾ സ്ക്രിപ്റ്റ് എഴുതി അച്ഛനാണ് എഴുതി തന്നത്. അച്ഛനും അമ്മയും കൂടി ഇരുന്നിട്ടാണ് എഴുതി തന്നത്. ഞാൻ ഇരുന്ന് പറയും, അവർ കഥ എഴുതി ഒരു ഡയറി നിറച്ച് ഉണ്ടായിരുന്നു കഥ. എന്നിട്ട് കൊണ്ടുപോയി ഞാൻ അവിടെ ഇരുന്നിട്ട് ഫുള്ള് പറഞ്ഞൊക്കെ കേൾപ്പിച്ചപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു പോയിട്ട് പിന്നെ എന്നുവെച്ചാൽ കുറച്ച് തിരുത്തിയിട്ട് വരാൻ. പക്ഷെ നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാകത്തില്ല, ഇല്ല ഇപ്പൊ എനിക്ക് ടൈം ആയിട്ടില്ല എന്നുള്ളത്. ആ വാശിക്ക് ഞാൻ 2-3 ഷോർട്ട് ഫിലിം എടുത്ത് ഞാൻ അവാർഡൊക്കെ മറ്റേ രാജേഷ് പിള്ള അവാർഡ് അതൊക്കെ എനിക്ക് കിട്ടി. അതിൽ ഞാൻ സംതൃപ്തയായിരുന്നു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ അച്ഛൻ കീപ്പ് ഓൺ സെയിങ്, നീ എന്തേലും ചെയ്യും, നീ ചുമ്മാ പോയി ഡയറക്റ്റ് ചെയ്യും, നീ എന്തേലും ചെയ്യും, നിന്റെ യൂട്യൂബൊക്കെ എന്ത് ചത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് അച്ഛൻ്റെ മോട്ടിവേഷൻ. അച്ഛന് ഞാൻ കൂടുതൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നമ്മളിപ്പോൾ പൈസ ഇട്ട് റിസ്ക് ഇടുന്നോ അതൊന്നും
ഹി ഡോണ്ട് കെയർ. അച്ഛൻ പറയുന്നത് നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതിൽ കഴിവുണ്ടെങ്കിൽ പിന്നെ ചെയ്യണ്ടേ. കുഞ്ഞിലെ തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പാട്ട് പഠിപ്പിക്കാൻ, ഡാൻസ് പഠിപ്പിക്കാൻ, ഗിറ്റാർ, വയലിൻ, കോട്ടൻ തുള്ളൽ, ഞാൻ പഠിച്ചിട്ടില്ലാത്തൊന്നുമില്ല. ഇതിനെല്ലാം അച്ഛനും അമ്മയും കൂടെ വിട്ടിട്ടുള്ളത്. അങ്ങനെ സപ്പോർട്ടീവാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സപ്പോർട്ടീവാണ് അവർക്ക് ഭയങ്കര. പക്ഷെ ചില കാര്യങ്ങൾ പറയും നമ്മുടെ വ്യക്തിത്വം കളഞ്ഞുകൊണ്ട്, പക്ഷെ അത് അവർ പറയേണ്ടി വന്നിട്ടില്ല. പൊതുവെ ഞാൻ അവരെക്കാട്ടിലും റൂഡാ, അത് കാരണം അവർക്കത് പറയേണ്ടി വന്നിട്ടില്ല. പിന്നെ പറയും കുറച്ചൊക്കെ മയമൊക്കെ ആകാമെന്നുള്ളത്. പക്ഷെ ഞാൻ പൊതുവെ അങ്ങനെയാണ്, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എനിക്ക് ഫേക്കായിട്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്നുള്ള സാധനം കാണിക്കുന്നത്. പക്ഷെ ഭയങ്കര സപ്പോർട്ടീവാണ് എൻ്റെ വീട്ടുകാർ. ഈ സ്ട്രെയിറ്റ് ഫോർവേഡാന്നുള്ള സംഭവം കൊണ്ട് തന്നെ പണി കിട്ടിയിട്ടുണ്ട് അവർ അച്ഛ, പൊതുവേ നല്ല പണി കിട്ടുന്നത് അല്ലേ? അതെ. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നടന്ന ഇന്റർവ്യൂലാണെങ്കിലും ചൈൽഡ് അബ്യൂസിനെ പറ്റി പറഞ്ഞപ്പം കസിൻസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അതെ പണി, അത് ആ ഒരു ഇമോഷൻ്റെ അല്ലെ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞതായിരിക്കാം. പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഫാമിലി ആണെങ്കിലും കസിൻസ് ആണെങ്കിലും അവിടെ കിട്ടിയ ചർച്ച ആവുമല്ലോ. അത് എങ്ങനെ ഓവർകം ചെയ്തു? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ അറിയാത്തവരായിരിക്കും ഈ ഇരുന്ന് ചർച്ച ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്നോടൊരു ഇമോഷണൽ ബോണ്ട് ഇല്ലാത്തവരായിരിക്കും ഈ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. അവർ ചർച്ച ചെയ്യട്ടെ, നമുക്കെന്താ, ചർച്ച ചെയ്തോട്ടെ. ബിക്കോസ് എനിക്ക് പറയണം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ഒരാളുടെ ലൈഫ് ഞാൻ സ്പോയിൽ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറയാണ്, നിങ്ങളെല്ലാവരും കേട്ടോ ഇതിനകത്ത് ഒരാൾ എന്നെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് കൊള്ളോ? ഇല്ല. കാരണം നീ അത് ചെയ്തിട്ടില്ല. ആ ചേട്ടന് കൊള്ളോ? ഇല്ല. ഈ ചേട്ടന് കൊള്ളോ? ഇല്ല. നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു റേസ് ആവേണ്ട കാര്യമോ, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്നവരാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇല്ലേ നമ്മളോട് വന്ന് ചോദിക്കുന്നത് ഭയങ്കരമായിട്ട്. പിന്നെ എനിക്കൊരു ഇതുള്ളത്, എൻ്റെ മാമനുണ്ട്, ഹരിക്കുട്ട മാമൻ വെളിയിലാണ്. മാമൻ്റെ അടുക്കെ കുറേ പേര് ചോദിച്ചു മാമനാണോ, കാരണം മാമനും പെൺകുട്ടി തന്നെയാ. മാമനാണോ, നീ അല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവർക്ക് അതൊരു മെന്റലി, കാരണം പക്ഷെ പുള്ളി അത് ടാലി ചെയ്തു. ഞാൻ അവളുടെ അമ്മാവനാണ്, കസിനല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാ പറഞ്ഞത്. ഇപ്പം ഉടനെ അവർ ജഡ്ജ്മെന്റൽ ആവുകയാണ്. നെക്സ്റ്റ് ഇയാളാണെന്ന് അവർക്ക് ഉറപ്പിച്ചങ്ങ് എത്തിക്കണം. കുറേ പേരുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞത് സത്യം തന്നെ അറിയണമെന്നില്ല, ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞത്. കാരണം എനിക്ക് അത്ര എന്താ ബോധമില്ല. അപ്പൊ പിന്നെ എന്നാ പിന്നെ പേര് പറഞ്ഞിട്ട് പോയാൽ പോരെ എന്നുള്ളത്. അത് കഴിഞ്ഞ കാര്യമാണ്, അത് കുറേ പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അതിലെനിക്ക് ട്രോമ ഉണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് കഴിഞ്ഞ് ഇത്രയും വന്നു, ഒരടി ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കത് എപ്പോഴേ ആകാം. അതിന്റെ ആവശ്യമില്ല. ലുക്ക്, നമ്മള് ക്ഷമിക്കുന്നതിലാണ് ഏറ്റവും വലിയ. കാണുമ്പോ തന്നെ അവർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ പക്ഷെ എന്ന് പറഞ്ഞാൽ മറക്കണമെന്നില്ല. നമുക്ക് വന്ന മുറിവുകൾ നമ്മൾ മറക്കണമെന്നില്ല. പക്ഷെ നമുക്ക് ക്ഷമിക്കാം. ഓക്കെ. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് 5 പഠിക്കുന്ന ടൈമിൽ റിയാക്ട് ചെയ്തു. കാര്യം നമ്മൾ ഷോക്കായി നിൽക്കുകയോ അല്ലെങ്കിൽ അത്രയും എഡ്യൂക്കേഷൻ ആ ടൈമില് അത്രയും ഉണ്ട്. കാരണം കിട്ടി വരുന്ന നമ്മുടെ സാഹചര്യം വെച്ച് കിട്ടി വരുന്നതേ ഉള്ളൂ. അല്ല, നമുക്ക് അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അത് മേ ബി ബിക്കോസ് ഞാൻ ഒരു എങ്ങേജ് മൊത്തം വലിയവരുടെ കൂടെയാണ് വളർന്നത്, ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് അവിടെ എല്ലാവരും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോൾഡ് ആവണം. പിന്നെ എൻ്റെ അമ്മ പൊതുവെ ബോൾഡാണ്. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ കുറച്ച് സൈലന്റാണ്. പക്ഷെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ മുഖത്ത് നോക്കി പറയും. നിനക്കറിയാമായിരിക്കും കണ്ടിട്ടുള്ളത് കൊണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ മുഖത്ത് നോക്കി പറയും. അപ്പം നമ്മളിതെങ്ങനെ റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മുഖത്ത് നോക്കി പറയുന്നതിന് തെറ്റില്ല. പക്ഷെ ഇത് ഇപ്പം നമുക്ക് അത്രയും വേദനിച്ചൊരു കാര്യമാണ്, എന്തായാലും ഓപ്പോസിറ്റ് ആർക്ക് വേദനിക്കും. പക്ഷെ ഇത് അത്രയും വേദനിപ്പിക്കാതെ നമുക്ക് എങ്ങനെ അത് പ്രസന്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ അമ്മയുടെ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും, എനിക്ക് ഇന്നും അറിയത്തില്ല കേട്ടോ ഞാൻ അതെന്താ റിയാക്ട് ചെയ്തത്. എന്നോട് കുറെ പേര് ചോദിച്ചു, ചേച്ചി എങ്ങനെ ആ പ്രായത്തിൽ റിയാക്ട് ചെയ്തു? ഇപ്പോഴുള്ളവർക്ക് ചിലപ്പോൾ ഈ പ്രായത്തിൽ പോലും ചിലർ ഫ്രീസായി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു. ചേച്ചി അവരുടെ കഥ കേൾക്കുമ്പോൾ ഇതിന്റെ അപ്പുറം ഭയങ്കര വേഴ്സാണ്. കാരണം നമ്മളെ അത് കേൾക്കുമ്പോഴത്തേക്കും ഈശ്വര ഇതിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും, നമ്മളായിരുന്നെങ്കിൽ അവരുടെ ഷൂസിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും എന്ന് ചിന്തിച്ചു പോകും. പക്ഷെ ഈ പറയുന്നത് പോലെ നമുക്കേ അറിയുള്ളൂ നമ്മൾ എന്താണ്, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എന്താണ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത്. അത് നമുക്കൊരു പരിധിയുടെ അപ്പുറം ആരെയും ബോധിപ്പിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പം നമ്മുടെ ഗട്ട് ഫീലിങ്ങിൽ എന്ത് റൈറ്റ് എന്ന് തോന്നുന്നോ അത് ചെയ്യാം. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇഫ് യു ആർ ഗെറ്റിംഗ് അബ്യൂസ്ഡ് ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. അത് മാത്രം
എപ്പോഴും വിചാരിക്കുക. ട്രോമയിലായി പോകുന്നത് കൂടുതലാണ്. ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. അത് നിങ്ങളുടെ ഫോൾട്ട് അല്ല. ഇപ്പം പ്രതികരിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഫോൾട്ട് അല്ല. അത് മാത്രം മൈൻഡിൽ വെക്കുക. കാരണം കുറെ പേര് സെൽഫ് ഹാം ചെയ്യും. ഞാനത് ചെയ്യാത്തോണ്ടല്ലേ, പോയിട്ട് പിന്നീട് ഞാൻ പ്രതികരിച്ചില്ല, ഞാനപ്പൊ കൊള്ളില്ലേ, അങ്ങനല്ല. നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമുക്ക് പെട്ടെന്ന് വരുമ്പം ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളുടെ നിൽക്കുന്നതാണെങ്കിലോ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ പറയട്ടെ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛനോ അമ്മയോ ആണ് എൻ്റെ അടുക്കെ വന്ന് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്നെപ്പറ്റി പറയുന്നതെങ്കിൽ ഞാൻ ഫ്രീസായി പോകും. ആ സമയത്ത് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അത്രയും ഇഷ്ടമുള്ള 2 പേര്, എന്നെ അത്രയും മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിച്ച 2 പേര് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഒക്കെയാണ് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത്, അല്ലെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റിയെന്ന് പറയില്ല. നമ്മൾ സൈലന്റ് ആവും ഓട്ടോമാറ്റിക്കലി. എനിക്കൊന്നും പറയാനില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. അതും നോർമലാണ്. ഡോണ്ട് റിഗ്രറ്റ്. നമ്മൾ ഇപ്പൊ എല്ലാരെയും സംബന്ധിച്ചിടത്തോളം 21 കഴിഞ്ഞു കെട്ടിക്കണം, അല്ലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം 25 കഴിഞ്ഞു കെട്ടിക്കണം എന്നുള്ളതാ. പക്ഷെ അങ്ങനല്ല. നമ്മൾ ഒരു പ്രേമം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാം ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും പോകും. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ വാരണാസി പോകണം, അങ്ങനെ എനിക്ക് കേദാർനാഥ്, ഇങ്ങനെ ഞാനൊരു ബക്കറ്റ് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാകത്തില്ലേ, നെക്സ്റ്റ് ഇവിടെ.